വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂർ നഗരസഭയിൽ UDF ഭരണം തിരിച്ചുപിടിക്കുമെന്ന് AP അനിൽകുമാർ MLA. ചെറുവത്തുകുന്ന് ഡിവിഷൻ UDF സ്ഥാനാർത്ഥി മുംതാസ് ബാബുവിന്റെ ഇന്നത്തെ പ്രചാരണത്തിന് തുടക്കമിട്ട് സംസാരിക്കുകയായിരുന്നു MLA. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ BS ബിനു പറഞ്ഞു. നിലമ്പൂർ നഗരത്തിൽ കൊട്ടിക്കലാശം നടത്തുന്നില്ലെന്ന തീരുമാനമെടുത്തതായും പോലീസ് ഇൻസ്പെക്ടർ പറഞ്ഞു. നെടുങ്കയം ട്രൈബൽ വില്ലേജിൽ കടന്ന പുലി വളർത്തുനായയെ പിടിച്ചു. നെടുങ്കയം ട്രൈബൽ വില്ലേജിലെ ബിജുവിന്റെ വളർത്തുനായയാണ് പുലി കൊണ്ടുപോയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞ് വീട്ടിലെത്തിയ സ്ഥാനാർത്ഥി കുഴഞ്ഞു വീണ് മരിച്ചു. മൂത്തേടം പഞ്ചായത്തിലെ പായുംപാടം 7ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ വട്ടത്ത് ഹസീനാണ് മരിച്ചത്. ഹണി ട്രാപ്പിൽപ്പെടുത്തി ഭീഷണി, യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒളിവിൽ പോയ പ്രതി അറസ്റ്റിൽ. പൂക്കോട്ടുമണ്ണ സ്വദേശി സിന്ധു നിവാസിൽ സാബുവിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. നിലമ്പൂർ നഗരസഭയിൽ UDF ഭരണം തിരിച്ചുപിടിക്കുമെന്ന് AP അനിൽകുമാർ MLA. ചെറുവത്തുകുന്ന് ഡിവിഷൻ UDF സ്ഥാനാർത്ഥി മുംതാസ് ബാബുവിന്റെ ഇന്നത്തെ പ്രചാരണത്തിന് തുടക്കമിട്ട് സംസാരിക്കുകയായിരുന്നു MLA. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ മുഴുവൻ UDFന് വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പാണ്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തൂത്തുവാരുന്ന വിജയമായിരിക്കും ഉണ്ടാവുക. നിലമ്പൂരിൽ ഞങ്ങൾക്ക് ഇതൊരു അഭിമാന പ്രശ്നം എന്ന് പറയുന്ന നഗരസഭ 5 വർഷം നഷ്ടപ്പെട്ടതിൻ്റെ വേദന ജനങ്ങൾക്കുണ്ട്. വികസന രംഗത്ത് ഒട്ടും മുന്നോട്ട് പോകാൻ കഴിയാത്ത നഗരസഭയ്ക്കെതിരെയുള്ള ഒരു ജനവികാരവും ഇവിടെ നിലമ്പൂരിലുണ്ട്. അതുകൊണ്ട് തന്നെ ഉറപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിന് നിലമ്പൂർ നഗരസഭ തിരിച്ചു പിടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 3ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന മുംതാസ് ബാബു വളരെ വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുന്ന സാഹചര്യമാണുള്ളത്. മുൻകാല പ്രവർത്തനങ്ങൾ വൈസ് ചെയർപേഴ്സൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്നുള്ള നിലയ്ക്കൊക്കെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നഗരസഭയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള മുംതാസ് ബാബു ഈ വാർഡിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുന്ന സാഹചര്യമാണ്. സംസ്ഥാനത്തും ജില്ലയിലും UDFന് മികച്ച വിജയം ഉണ്ടാകും. നിലമ്പൂരിലെ വികസന പ്രവർത്തനമില്ലാത്ത 5 വർഷത്തെ ഭരണത്തിനെതിരെയുള്ള തീരുമാനമാകും നിലമ്പൂരിലേത് എന്നും MLA പറഞ്ഞു. മുംതാസ് ബാബുവിന്റെ വിജയം വലിയ ഭൂരിപക്ഷത്തിലുണ്ടാവുമെന്നും AP അനിൽകുമാർ MLA പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ BS ബിനു പറഞ്ഞു. നിലമ്പൂർ നഗരത്തിൽ കൊട്ടിക്കലാശം നടത്തുന്നില്ലെന്ന തീരുമാനമെടുത്തതായും പോലീസ് ഇൻസ്പെക്ടർ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം ദിവസങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ കക്ഷികളെയും വിളിച്ചേർത്ത് സംയുക്തമായിട്ട് യോഗം ചേർന്നിട്ട് ആരും തന്നെ കൊട്ടിക്കലാശം നടത്തുന്നില്ല എന്ന തീരുമാനമെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് CNG റോഡിൽ ടൗണുകളിൽ ജംഗ്ഷനുകളിൽ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്ന് അവർ തന്നെ തീരുമാനമെടുത്ത് അറിയിച്ചിട്ടുണ്ട്. അത് പ്രകാരം അങ്ങനെ അല്ലെങ്കിൽ അത് ഒരുപാട് ജനങ്ങൾക്ക് യാത്രാ തടസ്സം ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. അതും ഒഴിവാക്കിയിട്ടുണ്ട്. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട്. പോലീസിന് ഏത് സാഹചര്യത്തിലും ഇതിനും ശക്തമായിട്ടിരിക്കുകയാണ് പോലീസ്. ജനങ്ങൾക്ക് പോലീസിന് 112-ലോ CAയുടെ SIയുടെ ലാൻഡ് ഫോണിലൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഉടനടി സേവനം നൽകുന്നതായിരിക്കും. ഇക്കാര്യവുമായി ബന്ധപ്പെട്ട മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തിയിരുന്നു. ടൗണിൽ കൊട്ടിക്കലാശം നടത്തേണ്ടെന്ന് രാഷ്ട്രീയ പാർട്ടികൾ തന്നെ തീരുമാനം എടുത്തിട്ടുണ്ടെന്നും CI പറഞ്ഞു. ജനങ്ങൾക്ക് യാത്രാ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സുരക്ഷാ നടപടികളുടെ ഭാഗമായി നിലമ്പൂരിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തി. ജ്യോതിപ്പടി മുതൽ ജനതപ്പടി വരെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ റൂട്ട് മാർച്ച് നടത്തിയത്.
വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ആയി എന്ന് ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് ഇപ്പോൾ ഒരു റൂട്ട് മാർച്ച് നടത്തിയത്. അതിൽ ജനങ്ങൾക്ക് ഒരു സുരക്ഷിതത്വ ബോധം ഉറപ്പുവെക്കുക എന്നുള്ളത് ഇതിൻ്റെ പിന്നിലുണ്ട്. നിലമ്പൂർ ഡിവിഷനിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റേഷൻ പരിധികളിലാണ് റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചത്. വണ്ടൂർ, നിലമ്പൂർ, എടക്കര എന്നിവിടങ്ങളിലാണ് പോലീസ് മാർച്ച് നടത്തിയത്. നിലമ്പൂരിൽ നടന്ന റൂട്ട് മാർച്ചിന് ഡിവൈഎസ്പി സാജു കെ എബ്രഹാം, പോലീസ് ഇൻസ്പെക്ടർ BS ബിജു എന്നിവർ നേതൃത്വം നൽകി. 40ഓളം പോലീസുകാർ റൂട്ട് മാർച്ചിൽ പങ്കെടുത്തു. നെടുങ്കയം ട്രൈബൽ വില്ലേജിൽ കിടന്ന പുലി വളർത്തുനായയെ പിടിച്ചു. നെടുങ്കയം ട്രൈബൽ വില്ലേജിലെ ബിജുവിന്റെ വളർത്തുനായയാണ് പുലി കൊണ്ടുപോയത്. ഈ സമയം തൊട്ടടുത്ത റോഡിൽ ആളുകൾ നിൽക്കുന്നുണ്ട്. ആളുകളുടെ സമീപത്ത് നിന്നും മുറ്റത്തേക്ക് പോയ നായയുടെ കരച്ചിലാണ് ആളുകൾ കേട്ടത്. നായയെ പെട്ടെന്ന് കാണാതാവുകയും ചെയ്തു. കൂടെ നിന്നവർ ടോർച്ച് എടുത്ത് പരിസരങ്ങളിലെല്ലാം തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. കഴിഞ്ഞ ദിവസം കൂട്ടിൽ കിടന്ന ആടിനെ പുലി കടിച്ചു കൊന്നിരുന്നു. സന്ധ്യയോടെ തന്നെ പുലി വില്ലേജിലെത്താൻ തുടങ്ങിയത് ഇവിടെയുള്ളവരെ കടുത്ത ഭീതിയിലാക്കിയിട്ടുണ്ട്. ഇരുട്ട് മൂടിയാൽ പുറത്തിറങ്ങുവാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ഇവർ പറയുന്നു. ഇഷ്ടം പോലെ കൊണ്ടുപോയി, പട്ടിലെയും കൊണ്ടുപോകുന്നുണ്ട്, പിന്നെ ആടിനെയും കൊണ്ടുപോകുന്നുണ്ട്, എല്ലാം കൊണ്ടുപോകേണ്ട സാധനം. അവർ ഓരെ വിളിച്ചു, ഓരെ ഫോൺ സ്വിച്ച് ഓഫ് ആയി, ഫോൺ റിങ് ചെയ്തു, എന്ത് കാട്ടി, ഫോൺ പിന്നെ സ്വിച്ച് ഓഫ് ആയി വെച്ചിരുന്നു. ചെക്ക് പോസ്റ്റും വിളിച്ച് പറഞ്ഞു, ഒന്ന് വന്ന് കണ്ടുപോയിക്കൂടി പറഞ്ഞിട്ട് ഒരു മനസ്സവരെ കണ്ട് വന്നിട്ടില്ല. ഒരു പ്രസവിക്കുന്ന ആടിനാണ് പോയി വാരിക്കുന്നത്. വാരി ഇവിടെയും കൈത്തും പള്ളയും ഒക്കെ വാരി ഇതാക്കി വെച്ചിരുന്നു. ഇപ്പൊ പോയി കഴിഞ്ഞാൽ കാണാം. കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ വില്ലേജിലുള്ള വളർത്തുനായകളുടെ എണ്ണം പകുതിയായി ചുരുങ്ങിയിട്ടുണ്ട്. വില്ലേജിൽ കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടി ഭീതി അകറ്റണമെന്നാണ് ഇവരുടെ ആവശ്യം. തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞ് വീട്ടിലെത്തിയ സ്ഥാനാർത്ഥി കുഴഞ്ഞു വീണു മരിച്ചു. മൂത്തേടം പഞ്ചായത്തിലെ പായമ്പാടം 7ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ വട്ടത്ത് ഹസീനയാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. അംഗനവാടി അധ്യാപികയായിരുന്നു. ഇന്നലെ പകൽ മുഴുവൻ വീടുകൾ കയറിയുള്ള വോട്ടഭ്യർത്ഥനയും രാത്രി കുടുംബയോഗങ്ങളിലും പങ്കെടുത്താണ് വീട്ടിലെത്തിയത്. രാത്രി 11:05 നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു. എടക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കും വഴിയാണ് മരണപ്പെട്ടത്. ഹണി ട്രാപ്പിൽപ്പെടുത്തി ഭീഷണി. യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒളിവിൽ പോയ പ്രതി അറസ്റ്റിൽ. പള്ളിക്കുത്ത് സ്വദേശി തൊണ്ടുകളത്തിൽ രതീഷ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒളിവിൽ പോയ പൂക്കോട്ടുമണ്ണ സ്വദേശി സിന്ധു നിവാസിൽ സാബുവിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. മുഖ്യപ്രതിയായ സിന്ധു, ഭർത്താവ് ശ്രീരാജ്, സിന്ധുവിന്റെ ബന്ധുവായ പള്ളിക്കുത്ത് കൊന്നമണ്ണ മടുക്കോലിൽ പ്രവീൺ, നാട്ടുകാരനും ശ്രീരാജിന്റെ സുഹൃത്തുമായ കാക്കനാട്ടുപറമ്പിൽ മഹേഷ് എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെ ഒളിവിൽ പോയ സാബുവിനെ ഇന്നലെ വൈകുന്നേരം 4 മണിയോടെ കാരപ്പുറം കൽക്കുളത്തുള്ള ബന്ധുവീട്ടിൽ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മറ്റു പ്രതികൾ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞു വരികയാണ്. സിന്ധുവിന്റെ സുഹൃത്താണ് ഇപ്പോൾ അറസ്റ്റിലായ സാബു. SI സതീഷ് കുമാർ, CPO ചാന്ദിനി, ഡാൻസ് അംഗങ്ങളായ സുനിൽ മമ്പാട്, അഭിലാഷ് കൈപ്പിനി, ടിനിബിൻ ദാസ്, ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഓട്ടോറിക്ഷയുടെ പിറകിൽ ഇന്നോവ കാറിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു. ചന്തക്കുന്ന് സ്വദേശി പാനാത്തൊടിക സുൽഫിക്കർ എന്ന 53-കാരനാണ് മരിച്ചത്. ഇന്ന് രാവിലെ 6:50ഓടെയാണ് അപകടം. മുക്കട്ട റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ചാലിയാർ ആശുപത്രിക്ക് സമീപമാണ് അപകടം. സുൽഫിക്കർ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് യാത്രക്കാരുമായി പോകുമ്പോഴാണ് കരിപ്പൂരിൽ നിന്നും തൊണ്ടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇന്നോവ ഓട്ടോറിക്ഷയുടെ പിറകിലിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ വൈദ്യുത തൂണിൽ തട്ടി സുൽഫിക്കർ റോഡിലേക്ക് വീഴുകയായിരുന്നു. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വഴിക്കടവ് വനമേഖലയിൽ കടുവയുടെ ആക്രമണത്തിൽ ചെരിഞ്ഞ കാട്ടാനയുടെ ജഡം കണ്ടെത്തി. നെല്ലിക്കുത്ത് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ മരുത ഓടപ്പൊട്ടി വനത്തിലാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് 2ഓടെ കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത്. ജനവാസ കേന്ദ്രത്തിൽ നിന്നും 1 കിലോമീറ്റർ അകലെ വനത്തിലാണ് ജഡം കണ്ടെത്തിയത്. 10 വയസ്സുള്ള പിടിയാനയാണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ജഡത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട്. വഴിക്കടവ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷെരീഫ് പനോലൻ, നെല്ലിക്കുത്ത് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ മണിലാൽ പെരിഞ്ചേരി, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ P ജനാർദ്ദനൻ എന്നിവർ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി. തുമ്പിക്കൈയുടെ 3/4 ഭാഗവും കടുവ ഭക്ഷിച്ച നിലയിലാണ്. ആനയുടെ വയർഭാഗത്തും പിൻഭാഗത്തും മാരകമായ മുറിവുകൾ ഉണ്ടായിരുന്നു. കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശിയെ മമ്പാട്ടിൽ നിന്നും പിടികൂടി. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ഷെയ്ഖ് GR എന്ന 28-കാരനെയാണ് നിലമ്പൂർ പോലീസ് ഇന്നുച്ചയോടെ അറസ്റ്റ് ചെയ്തത്. 100 ഗ്രാം കഞ്ചാവും ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു.
വിൽപ്പനയ്ക്കായാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. SI സൈഫുള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. LDF ചാലിയാർ പഞ്ചായത്ത് കമ്മിറ്റി റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. 100 കണക്കിന് ആളുകൾ റാലിയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുത്തു. CPM ജില്ലാ കമ്മിറ്റി അംഗം E പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. LDF കൺവീനർ M വിശ്വനാഥൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ LDF ചെയർമാൻ നിഷീദ് അകമ്പാടം അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ അബ്ദുൾ റസാഖ് മുഖ്യപ്രഭാഷണം നടത്തി. CPM ഏരിയ സെക്രട്ടറി മോഹനൻ, INL ജില്ലാ കമ്മിറ്റി അംഗം സമദ്, NCP ജില്ലാ നിർവാഹക സമിതി അംഗം P ഷാഹുൽ ഹമീദ്, ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് M വിജാറ്റ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലിയാർ പഞ്ചായത്തിൽ മുൻതൂക്കമുണ്ടെന്ന് അവകാശപ്പെടുന്ന UDF ഒരു തെരഞ്ഞെടുപ്പ് റാലി പോലും നടത്താത്തത് 5 വർഷം UDF അംഗങ്ങൾ നടത്തിയ അഴിമതിയുടെ ഫലമായി അവർക്ക് അണികളെ കിട്ടാത്തത് കൊണ്ടാണെന്നും LDF ചെയർമാൻ നിഷീദ് അകമ്പാടം ആരോപിച്ചു. വഴിക്കടവ് പഞ്ചായത്ത് 18-ാം വാർഡ് മൊടപ്പൊയ്ക BJP കുടുംബയോഗം സംഘടിപ്പിച്ചു. BJP ദേശീയ സമിതി അംഗം CK പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. അജി തോമസ്, ദീപു രാജഗോപാൽ, ജോർജ് കുട്ടി കുരിക്കാട്ടിൽ, സുരേഷ് കുമാർ VS, ജിതിൻ കിഴയെടുത്ത്, അഭിലാഷ് തലച്ചിറ, NC ബിജു, അജയ് കുമാർ എന്നിവർ സംസാരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.